ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മഹാരാജ്യത്തെ ഭാരതത്തെ മാറ്റിയ പ്രിയങ്കരനായ മോദി എന്ന് പറയുന്ന വലിയവനായ മനുഷ്യന്റെ മുമ്പിൽ ഇതൊക്കെ വെറും കരടാണ്. അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർത്തിയെന്ന് മാത്രമല്ല, അടുത്ത 5 വർഷത്തിനകം ഭാരതം എന്ന് പറയുന്ന മഹത്തായ നമ്മുടെ സ്വന്തം രാജ്യം ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തീർന്നില്ല. ഒരു 15 ഇപ്പോ 2ാം ഗഡു കഴിഞ്ഞ് 3ാം ഗഡു, ഒരു 4ാമതും കൂടെ അദ്ദേഹം പ്രധാനമന്ത്രിയെ തുടർന്ന് സാഹചര്യം ഉണ്ടായാൽ അമേരിക്കക്കാരൻ കരഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് കടം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നതിൽ ഒരു സംശയം വേണ്ട. അമേരിക്കക്കാരന്റെ മുഴുപ്പൊക്കെ തീർക്കുവാണ്. ആ നിലയിലേക്ക് രാജ്യത്തെ പാവപ്പെട്ടവന്റെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രധാനമന്ത്രിയെ പരസ്യമായി ചീത്ത വിളിക്കാൻ പിണറായിക്ക് എന്താ അവകാശം? കോൺഗ്രസ്സുകാരൻ വിളിച്ചോട്ടെ, പിന്നെ വിവരമില്ല, അവൻ തീരാൻ പോവുക. നിങ്ങൾ എഴുതിയിട്ടോ, ഇത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പാണല്ലോ. 2024 ഈ തെരഞ്ഞെടുപ്പ് ജൂൺ 4-ാം തീയതി 5-ാം തീയതി റിസൾട്ട് വരും. 4-ാം തീയതി ജൂൺ 4-ാം തീയതി റിസൾട്ട് വരുമ്പോ ഇന്ത്യയിലെ മഹത്തായ കോൺഗ്രസ് 0 തീർന്നു പോകും. എഴുതിയിട്ടോ. ഞാൻ ഇനി ഈ മൈതാനത്ത് വരും, പേടിക്കണം. അപ്പൊ എന്നോട് ചോദിച്ചു ആരെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ. കോൺഗ്രസ് കാണില്ല, അഡ്രസ് കാണില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ അഡ്രസ് കാണെങ്കിൽ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ പാവപ്പെട്ട മഠേനായ പയ്യൻ ഈ വയനാട് വരെ വരേണ്ട വല്ല കാര്യമുണ്ടോ? ആകെ അവിടെ ഞാൻ നിൽക്കാൻ പാടില്ല. റൈബറേജ് പോലെ എത്ര രാജ്യമുണ്ട്. ഇങ്ങോട്ട് പോരുക. എല്ലാത്തിനും ചുമക്കുന്ന ജോലി നമുക്ക് ഈ മലയാളികൾ വലിയ മണ്ടന്മാരാന്ന് ഞാൻ എപ്പോഴും പറയും. അതല്ലേ മോദിയെ പോലെ പ്രധാനമന്ത്രി ഇത്രയും പ്രിയങ്കരനായ ഒരു ജനനേതാവുള്ളപ്പോ മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പിണറായിക്ക് വോട്ട് ചെയ്ത് 99 സീറ്റ് കൊടുക്കുക. ഉത്തരേന്ത്യക്കാരനെല്ലാം ചെയ്യുന്ന എന്താ? മലയാളി വലിയ വിവരമുള്ളവനാന്നാ പറയുന്നത്. പക്ഷേ ഉത്തരേന്ത്യക്കാരനെല്ലാം മുഖത്ത് പൗഡർ ഇടും, മലയാളി ചന്തിയ പൗഡർ ഇടും. അതാ പഴം. മനസ്സിലായോ? പല ഗുണമുണ്ടോ? നല്ല സുന്ദരമായിട്ട് മുഖത്ത് പൗഡറൊക്കെ ഇട്ട് വേണ്ടി നല്ല സുന്ദരമായ പെൺപിള്ളേരൊക്കെ പോയാൽ കാണാനെങ്കിലും ഒരു രസമുണ്ട്. അവർ ചന്തിയ പൗഡർ ഇട്ടാൽ നമ്മളെങ്ങനെയാ കാണുന്നത്? ഇവിടെ അതാ ഈ കേരളത്തെ പറ്റിയിരിക്കുന്ന കുഴപ്പം. ഞാൻ ചോദിക്കട്ടെ, അഴിമതിയിൽ ആഴ്ന്നു കിടക്കുന്ന ഒരു ഗവൺമെന്റ് അല്ലേ ഇത്? പിണറായിക്ക് നിഷേധിക്കാൻ പറ്റുമോ? സ്വപ്ന സുരേഷും ചരിത്രം പറഞ്ഞെന്താ? ഞാൻ തന്നെയാണ് നിയമസഭയിൽ അതും ചോദിച്ചത്. മറുപടിയില്ല. ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി UAE പോകുന്നു. അറേബ്യൻ രാജ്യത്ത് പോകുന്ന വലിയ സുഖമുള്ള കാര്യമാണ് പുള്ളിക്ക്. പോട്ടെ. പോയപ്പോ പിറ്റേ ദിവസം അങ്ങേരുടെ പ്രൈവറ്റ് സെക്രട്ടറി വരുന്നു. എന്നിട്ട് കോൺസുലേറ്റ് വരികയാണ്. സ്വപ്ന സുരേഷാണ് അവിടുത്തെ ചാർജ്. മുഖ്യമന്ത്രി പോയപ്പോ ഒരു ബാഗ് കൊണ്ടുപോകാൻ മറന്നുപോയി. അതവിടെ എത്തിച്ചു കൊടുക്കണം. ഏത് നയതന്ത്ര ചാനലിൽ കൂടെ തന്നെ പോകണം. അതാണല്ലോ അവിടെ തന്നെ വന്നിരിക്കുന്നത്. തീർച്ചയായും ആ ബാഗ് എത്തിച്ചു കൊടുത്തു. ബാഗ് ഉടനെ സ്ഥലത്തെന്ന് പറയാൻ PRO ആളത് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ അത് മുഴുവൻ ഡോളറാണ്. ഒന്ന് ആലോചിച്ചു. ഞാൻ ഈ പറയുന്നത് ദൈവമാണ് സത്യം, അത് നിങ്ങൾ വിശ്വസിച്ചോളൂ. മനസ്സിലായില്ലേ? ഡോളറാണ്. ഇവിടെ എന്തിന് കേരളത്തിൽ നിന്ന് ഡോളർ അങ്ങോട്ട് കൊണ്ടുപോകുന്നു? കേരളത്തിൽ ഡോളർ നോട്ടല്ലേ ഉള്ളത്. അപ്പോഴേ ആ വിവരം എൻ്റെ കിട്ടി. അതുകൊണ്ടാണ് എനിക്ക് പറയുന്നത്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി യാത്ര, അതിനിടയ്ക്ക് വീണ്ടും വരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് UAE ഇങ്ങോട്ട് പാഴ്സൽ വരുന്നു. നയതന്ത്ര ചാനലിലാണ്. അത് സ്കാൻ ചെയ്തപ്പോൾ അത് സ്വർണ്ണമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് മാത്രമായി 22 പ്രാവശ്യം, ഞാൻ 29 എന്ന് പറഞ്ഞ പിന്നെ കണക്ക് നോക്കിയത് തെറ്റാണ്ട് 22 ഞാൻ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. ഈ കോഴിക്കോട്ട് വെച്ച് ഞാൻ പറഞ്ഞു 22 പ്രാവശ്യം സ്വർണം കള്ളക്കടത്തായി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇത് ചെയ്യുന്നത്, പിണറായി വിജയൻ. ഞാൻ ഇത്ര പരസ്യമായി പറഞ്ഞല്ലോ.
ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ തൻ്റെ ഇടമുണ്ടോ ബഹുമാനപ്പെട്ട പിണറായി? ബാക്കിയൂടെ ഞാൻ പറഞ്ഞോളാം. അപ്പോൾ കോടതി പറയാം, നമ്മൾ കോടതി വെച്ച് കയറ്റിമുട്ടാം. കോടതി പറയട്ടെ ആരാ കള്ളം പറയുന്നത്, ആരാണ് സത്യം. ധൈര്യമുണ്ടോ? വെല്ലുവിളിക്കുക ഞാൻ പിണറായി. തീർന്നില്ല. പിണറായി അമേരിക്കയ്ക്ക് പോവുക. ഇത് കോഴിക്കോടല്ലേ? അത് പുള്ളി എല്ലാ ലാഭം നോക്കി കച്ചവടം ചെയ്യുന്നയാളാ. പുള്ളി അമേരിക്കയ്ക്ക് പോയപ്പോൾ ഭാര്യ, മകള്, കൊച്ചുമകൻ എല്ലാം കൂടെ സഹിതമാണ് പോയത്. ഇവിടെ കടവാൻ പുറത്തുണ്ട്. ജീവിക്കാന്മാർക്ക് ശമ്പളമില്ല. കഴിഞ്ഞ മാസം ശമ്പളം കൊടുത്തില്ല. 5-ാം തീയതിയായിട്ട് ശമ്പളം പൂർണ്ണമായി കൊടുത്തു തീർത്തിട്ടില്ല. ആ പിണറായി വിജയൻ, ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോവുക. അമേരിക്കൻ നേരെ അറേബ്യൻ രാജ്യത്തേക്ക് വരിക. അവിടെ 6 രാജ്യങ്ങൾ സന്ദർശിച്ച് തിരിച്ച് കേരളത്തിലെത്തുക. എത്ര കോടി രൂപ മുടക്കുണ്ടാവും? പല പ്രാവശ്യം ചോദിച്ചിട്ട് അതിന്റെ കണക്ക് കിട്ടിയില്ല. ചെലവ് എത്രയെന്ന് ചോദിച്ചാൽ കണക്ക് തരുന്നില്ല. ഏകദേശം കണക്ക് കൂട്ടിയപ്പോ ഒരു 2.5 കോടി 3 കോടി രൂപ മുടക്കുണ്ട്. പിണറായിയുടെ ഉദ്യോഗസ്ഥന്മാരോട്ടുള്ള യാത്രയാണ്. ആ യാത്രയെ പേര് ജനങ്ങളെ കബളിപ്പിക്കാൻ പിണറായി പറഞ്ഞ എത്രയാ? 1000 കോടി രൂപയുടെ വിദേശ നാണ്യം ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നാണ്. 100 കോടി വേണ്ട, 10 കോടി രൂപയുടെ വിദേശ നാണ്യം ഈ കേരളത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പിണറായി വിജയൻ തെളിയിച്ചാൽ, എന്റെ ഇളമന കരിമേ, ഇയാളും ഇവിടുത്തെ സ്ഥാനാർത്ഥിയല്ലേ, താൻ തെളിയിച്ചാൽ മതി. ഈ പണി നിർത്തി ഞാൻ വീട്ടിൽ പോക്കോളാം. മതിയോ? ചോദിക്കട്ടെ, പറയുന്നൊരു കണക്ക് വേണ്ടേ? ഇപ്പൊ എവിടാ ഇരിക്കുന്നേ? വന്നിപ്പോ ഒരു വെള്ളത്തിൽ ചാടി നിൽക്കുക പിണറായി. രക്ഷപ്പെടുകയല്ല, എഴുതിയിട്ടോ. ഒരു മാർഗമില്ല രക്ഷപ്പെടാൻ. എന്താന്ന് ചോദിച്ചാൽ പറ്റെന്താന്നറിയോ? ഈ ഏത് കള്ളത്തരം ഒരു തവണ പിടുത്തം വീഴൂല്ലോ. പുള്ളി ചെയ്ത കാര്യങ്ങൾ പരിശോധിക്കാൻ എക്സാജോലി കമ്പനി, അതായത് മകളുടെ കമ്പനിയാണ്. മകക്ക് നമ്മളെ കരിമണൽ പരിശോധിച്ചു വന്നപ്പോ കേരളത്തിലെ 3.5 കോടിയോളം ജനങ്ങളുടെ, എന്റെ നിങ്ങളുടെ സ്വത്തായ 40,000 കോടി രൂപയാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ? 40,000 കോടി രൂപ. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അതുപോലെ അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റു വിശദാംശം ഞാൻ കടക്കുന്നില്ല. ഒരു കാര്യം എഴുതിയിട്ടുള്ളൂ, യാതൊരു സംശയം വേണ്ട. SFIO എന്ന് പറഞ്ഞപ്പം AK സെന്ററിൽ നിന്ന് ആൾ വിചാരിച്ച് SFI ആണെന്ന് ഓർത്ത്. അവന് അബദ്ധം പറ്റിയ പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ സംഘമാണത്. നമ്മുടെ കോൺഗ്രസിന്റെ ധനകാര്യമന്ത്രി ചിദംബരത്തെ എപ്പോഴും ജയിലിട്ട ഉദ്യോഗസ്ഥനാണ്. ഇവിടെയും ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ചീഫ് എന്ന കാര്യം പിണറായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നടക്കാനൊക്കെ ക്ഷീണം, സംസാരിക്കാൻ വരുമ്പോൾ വിറയല് ഇതൊക്കെ വന്നിട്ടുള്ളത്. ഒരു സംശയം വേണ്ട. ഞാനിവിടെ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ BJP അക്കൗണ്ട് തുറക്കും എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയുന്നു, അധികം താമസിയാതെ പിണറായിയുടെ മകളും ബന്ധുക്കളും സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ഒരു സംശയം വേണ്ട. ധൈര്യമായിട്ട് പോലോ ഭാരത് മാതാ കീ, ഒരു സംശയം വേണ്ട. മനസ്സിലായില്ലേ? ഇവിടെ രാജ്യസഭ സീറ്റ് കൊണ്ട് ഇറങ്ങിയിരിക്കുക. ഈ കൊള്ള അവസാനിപ്പിക്കട്ടെ. നമുക്ക് കൊള്ള അവസാനിപ്പിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഈ പിണറായി സർക്കാരിന്റെ കൊള്ളക്കെതിരെയുള്ള പോരാട്ടം അതിൽ നമ്മുടെ ശക്തിപ്പെടുത്തുന്നില്ല എന്ന് എനിക്കും ആ അഭിപ്രായം തന്നെയാണ് ഉള്ളത്. പോരാ. അതിന് കാരണം എന്താ? നാളിതുവരെയായി പ്രതിപക്ഷമുണ്ടെന്ന് കരുതിയിരുന്നു. പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒരേ തൂവൽ പക്ഷികളാണെന്ന് മനസ്സിലായില്ലേ? കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നാണ്. ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്ന് പറഞ്ഞാൽ മത്സരിച്ചിട്ട് ഇവിടെ ഇപ്പോ ഇളവനം കരീമുണ്ട്, നമ്മുടെ രാഘവനുമുണ്ട്. ആര് ജയിച്ചാലും അവിടെ ചെന്ന് മോദിക്കെതിരായിട്ടല്ലേ കൈവക്കുക. പിന്നെ ഇവർ ആര് ജയിച്ചാൽ എന്താ ഗുണം, ആര് തോറ്റാൽ എന്താ ഗുണം? അപ്പോ ഇന്ത്യ രാജ്യത്തൊരു ഉറച്ച ഭരണം ഉണ്ടാവും.
ആ ഉറച്ച ഭരണമുണ്ടാകുമ്പോൾ ഈ കേരളത്തിന്റെ പ്രാതിനിധ്യം അവിടെ ഉറപ്പാക്കാൻ, അവിടെ മോദിജിക്ക് അനുകൂലമായി കൈവെക്കുന്ന ഒരു മെമ്പർ ഉണ്ടാകാൻ ഈ കോഴിക്കോട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും താമര അടയാളത്തിൽ MT രമേശിനെ തന്നെ നിങ്ങൾ വിജയിപ്പിക്കണം. അല്ലെ നിങ്ങൾ ചുമ്മായിലേ നടക്കും. പണ്ട് കാലം മുതൽ BJPക്കാരെങ്ങനെയാന്ന് വെച്ചാൽ മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. അത് എന്നോട് ക്ഷമിക്കണം ഞാൻ പറയുമ്പോൾ. ഞാൻ 2013 മുതൽ BJPയോടൊപ്പം എല്ലാ കാര്യങ്ങളും സഹകരിച്ചു പോകുന്ന ആളാണ്. എന്നാണ് പിണറായി വിജയന് കഷ്ടകാലം തുടങ്ങിയത് നിങ്ങൾ ആലോചിച്ചു? ശബരിമല ശാസ്ത വല്ല കാര്യമായിട്ടും അങ്ങനെ അവിടെ ഇരിക്കുന്ന പിണറായിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്ത് ചെയ്യുമെന്ന് പറ. ഈ ഒരുമാതിരി വിവരം തലയിലുണ്ടാവണ്ടേ? ഈ വിവരക്കേടൊക്കെ ഉണ്ടാക്കുന്ന ദുഷ്ടനെ പല പോലെ വളർത്തുമെന്ന് പറഞ്ഞ പോലെ അങ്ങ് വളർത്തിക്കഴിഞ്ഞപ്പോൾ പിണറായി വിജയന് തോന്നി കൊള്ളാമെന്ന്. തുണിയെടുക്കാത്ത 2 പെണ്ണുങ്ങളെ ശബരിമലയിലേക്ക്. അയ്യപ്പൻ ഇത് കാണേണ്ട കാര്യമുണ്ടോ? എന്താണ് ഹൈന്ദവ സമൂഹം അംഗീകരിക്കുന്നത് മാത്രമല്ല, ലോകത്തിലെ അയ്യപ്പ ഭക്തന്മാരുടെ മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 10 വയസ്സുകാരും 52 വയസ്സിനിടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ അയ്യപ്പ സന്നിധിയിലെത്താൻ പാടില്ല എന്നത് അലംഘനീയമായ നിയമമല്ലേ? ആ നിയമം ലംഘിക്കണമെന്ന് പിണറായിക്ക് എത്തുന്ന നിർബന്ധം അഹങ്കാരം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അഹങ്കാരം, ധാർഷ്ട്യം. ഞാൻ ഇത്രമാത്രം വോട്ടിന്റെ ഭൂരിപക്ഷത്തോട് ജയിച്ച് ഇവിടെ വന്നവനാണ്, എന്നെ ആരും ചോദ്യം ചെയ്യേണ്ട, അയ്യപ്പനെ ഞാൻ മര്യാദ പഠിപ്പിക്കും. അങ്ങനെ മര്യാദ പഠിപ്പിക്കാൻ പുറപ്പെട്ടതാ അയ്യപ്പനെ കാണാൻ. ആ പെണ്ണുങ്ങളെ ഞാൻ നിങ്ങളുടെ കാര്യം അന്നാണ് ഞാൻ നമ്മുടെ സുരേന്ദ്രനുമായിട്ട് ബന്ധപ്പെടുന്നത്. എനിക്കത് സഹിച്ചില്ല. ഞാനൊരു ദൈവവിശ്വാസിയാണ്, അല്ലാതെ അയ്യപ്പനുമായിട്ട് ബന്ധമുണ്ട്. അവിടെ ആ കുടുംബം ഇപ്പോഴും എരുമേലിയിലാണ്. എൻ്റെ നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് താമസിക്കുന്നത്, കാരണവന്മാർ. അങ്ങനെ അവിടെ പോകാനിടയായി. അവരുടെ വേദന, വയോധികരായ വ്യക്തികൾ അവരുടെ വേദന കണ്ടപ്പോൾ അതിനെ എതിർക്കണമെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ പമ്പയ്ക്ക് പോയി കയറി ബ്ലോക്ക് ചെയ്തു. അതിൻ്റെ വിശദാംശത്തേക്ക് സമയക്കുറവ് കിടക്കുന്നില്ല. അവിടെ വെച്ചാണ് ഞാൻ മടുത്തപ്പോൾ അതിനെ സഹായിക്കാൻ വന്നത് നമ്മുടെ സുരേന്ദ്രനായിരുന്നു. അവിടെ വെച്ചാൽ സുരേന്ദ്രനെ ഞാൻ പരിചയപ്പെട്ടത്. അതുകൊണ്ട് പറയുകയാണ്, ഞാൻ ചോദിക്കട്ടെ, നിഷ്പക്ഷമായി നിങ്ങൾ വിലയിരുത്തൂ. അവിടെ പെണ്ണുങ്ങളെ കൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. അവസാനം അയ്യപ്പ സന്നിധിയിൽ അതിന് ചുറ്റും വേലി കെട്ടി. എന്ന് മാത്രമല്ല, അവിടെ ചോര ഒലിക്കാൻ ബ്ലേഡുമായിട്ട് ആൾ നിൽപ്പുണ്ട് ഫ്രണ്ടിൽ. പോലീസിന്റെ നരനായാട്ടുണ്ടായാൽ ആ നിമിഷം ചോര ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് മുറിച്ച് അയ്യപ്പന്റെ ക്ഷേത്രം അടയ്ക്കുമായിരുന്നു. പോലീസൊന്നും ജയിക്കാൻ കഴിയില്ല എന്ന് പോലീസിന് മനസ്സിലായി. ഞാനോട്ട് അവർ സംസാരിച്ചു. 10-300 പോലീസ് ഉദ്യോഗസ്ഥർ. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും. പിണറായി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാനുമായിട്ട് സംസാരിക്കുമ്പോഴും പിണറായിയുടെ ഫോണാണ്. പിണറായി പൈസ കെട്ടി വിളിക്കുന്നു, പിണറായി വിളിക്കുന്നു. ഉടനെ കയറ്റിക്കോ ഈ മുതുക്കുകളെന്ന്. ഒന്ന് ആലോചിച്ച്, എന്താ കഴപ്പാണെന്നൊന്ന് ആലോചിച്ച്. പക്ഷേ അവസാനം നമ്മുടെ രാഹുൽ ഈശ്വറാണ് അവിടെ ബ്ലേഡുമായിട്ട് കാവലിൽ നിന്നത്. ഏതായാലും പുറകിക്കൂടെ കൊണ്ടുവന്ന് വേലിപ്പുറത്ത് കാണിച്ചേച്ച് പെണ്ണുങ്ങളെ ഇറക്കിക്കൊണ്ട് സ്ഥലം വിട്ടു. അങ്ങനെ ആ പ്രശ്നം തീർത്തു. ഞാൻ ചോദിച്ചത്, അതിന് ശേഷം കേരളത്തിൽ സമാധാനം ഉണ്ടായിട്ടുണ്ടോ? പറ. എത്ര കൊറോണ വന്നു, എത്ര വെള്ളപ്പൊക്കം ഉണ്ടായി. ഇപ്പൊ ഇതാ മുടിഞ്ഞ വെയിലുണ്ടായിരിക്കും. എല്ലാം വരും. ഇത് ശബരിമല ശാസ്താവിന്റെ പ്രാക്കാണ്, സംശയം വേണ്ട. മനസ്സിലായില്ലേ? പിണറായി വിജയൻ അനുഭവിക്കാതെ പോവില്ല. ഒന്ന് ആലോചിക്കുക, എന്ത് മര്യാദ കേടാ ഇതൊക്കെ. അവിടെ പന്തളം രാജകൊട്ടാരത്തിൽ ജനിച്ചയാളാണ് ശബരിമല അയ്യപ്പൻ എന്ന് അറിയില്ലാത്ത ആരാണ്? അതൊരു സത്യമല്ലേ? ആ സത്യം ജനം മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ? ആ അയ്യപ്പനെ അപമാനിക്കണമെന്ന് പിണറായിക്ക് എന്താ സൂക്കേട്? പിണറായിയുടെ വിചാരം മുടക്കോഴി മലയിൽ ജനിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന അഹങ്കാരമായി പോയ പിണറായി ഇപ്പോ എന്നെ ജയിലിൽ വിടലല്ലേ, ജയിലിൽ പോകാൻ അനുവദിക്കരുത് എന്ന് കരഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ മുമ്പിൽ നിൽക്കുന്ന
ആ ദയനീയ കാഴ്ച ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. യാതൊരു സംശയവും വേണ്ട. പക്ഷേ മോദിജി എല്ലാം ക്ഷമിക്കും. പക്ഷേ അഴിമതിക്കാരെ സംരക്ഷിച്ചതായി അങ്ങനെ ജീവചരിത്രത്തിന്റെ രേഖയിലില്ല. അല്ല ഇങ്ങനെ രക്ഷപ്പെട്ടേനെ സ്വാഭാവികമായി ജയിലിൽ പോകേണ്ടി വരും. അഴിമതി ആര് കാണിച്ചാലും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാരമ്പര്യമാണ് മഹാനായ മോദിജിക്കുള്ളത്. അതുകൊണ്ട് യാതൊരു സംശയം വേണ്ട, വളരെ സന്തോഷകരമായി എല്ലാം കൂടെ കരഞ്ഞു പിടിച്ച് സെൻട്രയിൽ കിടക്കുന്ന കാണാൻ നമുക്ക് അവസരം കിട്ടും. പേടിക്കണ്ട. ഞാൻ മറ്റു വിശദാംശങ്ങളൊന്നും കിടക്കില്ല. ഞാൻ ഒന്ന് നോക്കുകയായിരുന്നു. ഇതിനകത്ത് പ്രസംഗിക്കാന്നുള്ള പേര് കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി. ഇത്രയും ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ നീട്ടി പറഞ്ഞു പോകുന്ന മര്യാദയല്ല. ടീച്ചറാണെങ്കിൽ ഞാൻ ടീച്ചർ പ്രസംഗിക്കണമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കേരളത്തിലെ ജനങ്ങൾക്ക് തന്നിരിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്ന് ഇതുവരെ ആർക്കും അറിയില്ല. അത് പറയുന്നതിന് ഏറ്റവും കണക്കൊത്തിരിച്ചോട് പറയാൻ മിടുക്കിയാണ് ടീച്ചർ. അതുമാണ് ടീച്ചർ പ്രസംഗിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം. ഞാൻ BJPയുടെ നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്, അത് പുസ്തകമായിട്ട് അടിച്ചിട്ടില്ല, നമ്മളെ അത് അടിക്കേണ്ടതായിട്ടുണ്ട്. അത് വീട് കയറി നിങ്ങൾ കൊടുക്കണം. വോട്ട് ചോദിച്ചാൽ മാത്രം പോരാ. വോട്ട് ചോദിക്കുന്നതോടൊപ്പം കേരളത്തിന്റെ ആത്മാഭിമാനം രക്ഷിക്കാൻ മോദിജി എന്ന് പറയുന്ന മഹാനായ മനുഷ്യന്റെ മഹത്വം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന ബോധ്യത്തോടുകൂടി ആയിരിക്കണം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഒരു സംശയം വേണ്ട, നമ്മുടെ സ്ഥാനാർത്ഥി രമേശ് വിജയിക്കും. രമേശിനെ പറ്റി ഒരു വാക്യം പാടെ, എത്രയോ കൊല്ലമായി പ്രിയങ്കര രമേശിന് എനിക്ക് പരിചയമുണ്ട്. സാത്വികനായ ഒരു മനുഷ്യൻ, അതേ വാക്ക് മാത്രമേ ഞാൻ പറയുന്നു, കൂടെ ഒന്നും പറയുന്നില്ല. നിങ്ങളോടൊപ്പം ജീവിക്കുന്ന ആളാണ്. ആ സാത്വികനായ രമേശിനെ ഒരു വോട്ട് ചെയ്യുന്നത് അഭിമാനമാണ് എന്ന് കോഴിക്കോട്ടിലെ ജനങ്ങൾ ചിന്തിക്കണം എന്നതാണ് എൻ്റെ അഭ്യർത്ഥന, എൻ്റെ അപേക്ഷ. അതാണ് ആ അപേക്ഷയാണ് നിങ്ങളുടെ മുമ്പ് സമർപ്പിക്കുന്നത്. ഞാൻ മറ്റു വിശദാംശങ്ങൾക്കൊന്നും കടക്കുന്നില്ല. ഇനിയും ടീച്ചറും അതുപോലുള്ള ആളുകളൊക്കെ രമേശ് നമ്മളെ സ്ഥാനാർത്ഥി സംസാരിക്കാനുണ്ട്. അപ്പം ഞാനിങ്ങനെ ദീർഘിപ്പിച്ചു വന്ന മര്യാദയല്ല. ഇനിയും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ വരില്ല. ഈ ഒരു പോക്ക് പോവുകയല്ലേ തിരിച്ച്. ഇനിയും വരുന്നുണ്ട്, പേടിക്കണ്ട. എല്ലാ സ്ഥലത്തും വരണമെങ്കിൽ വരും. തീർച്ചയായും നമ്മുടെ ഇലക്ഷൻ പ്രചരണം നമ്മുടെ അഭിമാന പ്രശ്നമായി കണക്കാക്കണം. ഈ സംബോധന ചെയ്ത BJPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ G. പ്രമീള ദേവി അവർകളെ ആമുഖ പ്രസംഗം പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിർത്തിയിടത്ത് നിന്ന് ഞാൻ തുടരുകയാണ്. ബഹുമാന്യനായ ശ്രീ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ചെയ്യുന്നതും ഇതുതന്നെയാണ്. നിർത്തിയിടത്ത് നിന്ന് നമ്മൾ തുടരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട് നിർത്തിയ ഭരണം, സർക്കാരിന്റെ പ്രവർത്തനം അടുത്ത ജൂൺ മാസത്തിൽ വീണ്ടും തുടരാൻ പോകുന്നു. നിർത്തിയിടത്ത് വെച്ച് അവസാനിപ്പിക്കുന്നതല്ല നമ്മുടെ പതിവ്. നിർത്തിയിടത്തു നിന്ന് പൂർവാധികം ശക്തിയായി മുൻപോട്ട് കൊണ്ടുപോകുന്നതാണ്. നേരം വളരെ വൈകിയിരിക്കുന്നു. ധാരാളം പ്രാസംഗികരുണ്ട്. അതിലുപരിയായി കമ്മിറ്റി പ്രഖ്യാപിക്കാനുമുണ്ട്. അതുകൊണ്ട് ഞാനൊരു ദീർഘഭാഷണത്തിന് മുതിരുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. കോഴിക്കോട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന മറ്റ് 2 സ്ഥാനാർത്ഥികൾ, UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികൾ, അവരിൽ ആര് വിജയിച്ചാലും എന്തായിരിക്കും ഈ പാർലമെന്റ് മണ്ഡലത്തിന് കിട്ടാൻ പോകുന്നത്? അവർ ഡൽഹിയിലെത്തി മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രപിതാവിന്റെ പ്രതിമയ്ക്ക് മുൻപിൽ നിന്ന് പാർലമെന്റ് ബഹിഷ്കരിച്ചുകൊണ്ട് വായുവിലേക്ക് മുഷ്ടി ചുരുട്ടി എറിഞ്ഞ് മുദ്രാവാക്യം വിളിക്കും. ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് സസ്പെൻഷൻ വാങ്ങിക്കും. കോഴിക്കോട് വീണ്ടും പഴയ കോഴിക്കോടായി. വികസനത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും കഴിയാതെ അതിന്റെ പൂർവകാല മഹത്വം നഷ്ടപ്പെട്ടുകൊണ്ട് പൂട്ടിക്കിടക്കുന്ന ഫാക്ടറികൾ പ്രേതാലയങ്ങളാക്കി നിലനിർത്തിക്കൊണ്ട് കല്ലായിയുടെ മരക്കച്ചവടത്തിന്റെ പെരുമ മറന്നുകൊണ്ട് സാധ്യമായ വിനോദസഞ്ചാര സാധ്യതകളെപ്പറ്റി പാടെ വിസ്മരിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും.
ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഹൃദയം കവർന്ന നേതാവ്, നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശ് ആണ് വിജയിക്കുന്നതെങ്കിൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിന് കിട്ടാൻ പോകുന്നത് സമർത്ഥനായ പ്രഗത്ഭനായ ഒരു കേന്ദ്രമന്ത്രിയെ ആയിരിക്കും. 5 വർഷത്തിന് ശേഷം 2029 ഇക്കണ്ട കോഴിക്കോടായിരിക്കില്ല കോഴിക്കോട്. കോഴിക്കോടിന് ലഭ്യമാവുന്ന എല്ലാ വികസനങ്ങളും അദ്ദേഹം ഇന്നാട്ടിലെത്തിക്കും. അദ്ദേഹം ഭാരതത്തിലെ ഇതര നഗരങ്ങളെ പോലെ ഇതര വേണമെന്ന് തീരുമാനിക്കുന്നത് ഈ മൈതാനത്തിൽ ഇരിക്കുന്ന നമ്മളാണ്. നമുക്ക് തോന്നും നമ്മളൊക്കെ തീരുമാനിച്ചവരാണല്ലോ, നമ്മളൊക്കെ ശരി തിരിച്ചറിഞ്ഞവരാണല്ലോ എന്നറിയാത്തടയുന്നവരാണ്, അന്ധമായ താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോയവരാണ്. അവരെ ബോധവൽക്കരിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. എല്ലാ സംസ്കാരങ്ങളും മതങ്ങളും പറയുന്നത് അറിഞ്ഞവർ അറിയാത്തവരെ അറിയിക്കുക എന്നതാണ്. അത് ബൈബിളായിരുന്നാലും ഖുർആനായിരുന്നാലും ഭഗവത്ഗീതയായിരുന്നാലും പറയുന്നു, അറിവ് നേടിയവർ അറിവില്ലാത്തവരെ അറിയുടെ ചൂണ്ടുവിരലിൽ മഷിയടയാളം പുരളുന്ന ഈ രാജ്യത്തിന്റെ, ഈ നാടിന്റെ, പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ പുരോഗതിക്ക് കയ്യൊപ്പ് ചാർത്തുന്നതിനു വേണ്ടിയാവണമോ, അതോ യാതൊരു പ്രയോജനവുമില്ലാതെ ഒരാളെ കോടിക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച് ഡൽഹിയിലേക്ക് പറഞ്ഞയക്കാനാണോ? ഈ ചോദ്യത്തിന് ഉത്തരം മനസ്സിലാകണമെങ്കിൽ നാം അവരിലേക്ക് ചെന്നേ മതിയാകൂ. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, വജ്രത്തെക്കാൾ വിലയുള്ള ദിവസങ്ങളാണ് ഇനി വരാനുള്ളത്. മറ്റെന്തിനേക്കാളും പ്രവർത്തന നിരതമായ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം. ഇവിടെ മത്സരിക്കുന്നത് പാർട്ടിക്കും ജനങ്ങൾക്കും മാത്രമല്ല, പരിചയപ്പെടുന്നവർക്കൊക്കെ സദാ സുസ്മേരവദനായി സൗമ്യ ഭാഷണം കൊണ്ട് ഹൃദയം കവരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ MT രമേശാണ്. അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാവട്ടെ നമ്മുടെ മനസ്സും ചിന്തയും പ്രവൃത്തിയും എല്ലാം വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ കഠിനമായ പ്രയത്നം കൊണ്ട് നമുക്ക് പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയും. ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കുത്തുമുന്നണിയുടെ 2 സ്ഥാനാർത്ഥികൾ പരസ്പരം മത്സരിക്കുന്നത് അവസാന നിമിഷം പരസ്പര സഹകരണ സംഘമായി തീരാനാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അതിനെ മറികടക്കാനുള്ള ഇച്ഛാശക്തി നമുക്കുണ്ട്. കാരണം പരാജയത്തിന്റെ വേദനിപ്പിക്കുന്ന ചരിത്രം നാം അനുഭവിച്ചിട്ടുണ്ട്. അധികാരത്തിന്റെ നിഴൽപ്പാടിലെത്താൻ കഴിയാതെ ആട്ടിയോടിക്കപ്പെട്ടവരാണ് നമ്മൾ ദീർഘകാലമായി. മന്ത്രിമാരില്ലാതെ, MP മാരില്ലാതെ, MLA മാരില്ലാതെ, പഞ്ചായത്ത് മെമ്പർമാര് പോലുമില്ലാതെ ത്യാഗവും സഹനവും മാത്രം ശീലിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ഇച്ഛാശക്തി കോഴിക്കോട് കടപ്പുറത്തിരമ്പുന്ന കടൽമാലകളെക്കാൾ, തിരമാലകളെക്കാൾ ശക്തമാണ്. ആ ഇച്ഛാശക്തിയോടെ വെയിലിനെ വകവയ്ക്കാതെ ചൂടിനെയും പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ഇറങ്ങിച്ചെല്ലുക. ചുറ്റുപാടുമുള്ള മുഴുവൻ ആളുകളെയും ഓർമ്മിപ്പിക്കുക. മതതീവ്രവാദത്തിന്, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനൊപ്പം വിരുന്നുണ്ണുന്ന ആളുകളെയല്ല നമുക്ക് വേണ്ടത്. എല്ലാവരുടെയും വിശ്വാസത്തിനൊപ്പം, എല്ലാവരുടെയും വികസനത്തിനൊപ്പം, എല്ലാവരുടെയും പരിശ്രമങ്ങൾക്കൊപ്പം, എല്ലാ മനുഷ്യർക്കുമൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയെയാണ് നമുക്ക് വേണ്ടതെന്ന് അവരോട് പറയുക. അങ്ങനെ വരും ദിവസങ്ങളിലെ കഠിനാധ്വാനം കൊണ്ട് 2024 ജൂൺ മാസത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ മുതലക്കുളം മൈതാനം മതിയാവില്ല. നമുക്ക് വിജയാഘോഷത്തിന്റെ വലിയ ചടങ്ങ് സംഘടിപ്പിക്കാൻ എന്ന് ഹൃദയത്തിൽ കുറിച്ചിടണമെന്ന് സ്നേഹപൂർവ്വം എന്റെ സഹപ്രവർത്തകരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീ MT രമേശ് കോഴിക്കോടിന്റെ ജനപ്രതിനിധിയും കേന്ദ്ര ഗവൺമെന്റിൽ നമ്മെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിയുമായി തിരിച്ചു വരട്ടെ. കോഴിക്കോട് ഭാരതത്തിലെ മറ്റ് പ്രദേശങ്ങൾക്കൊപ്പം വികസനത്തിന്റെ മഹത്വത്തിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
നിരന്തരമായ പ്രവർത്തനം, അലസതയറിയാത്ത പൂർണ്ണ മനസ്സോടെയുള്ള പ്രവർത്തനം, അതുമാത്രമാണ് നമുക്ക് വേണ്ടതെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം. അടുത്തത് സ്ഥാനാർത്ഥിയെ ഹാരാർപ്പണം നടത്തുന്ന ചടങ്ങാണ്. രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഈ നേതാക്കന്മാർ മുഴുവൻ പ്രസംഗിക്കുന്നില്ല. ആ ആശങ്ക കൊണ്ട് ആരും ഒരു ഇരിക്കപ്പുറതി ഇല്ലാതെ മനസ്സ് വേവലാതിപ്പെടേണ്ട എന്ന് വിചാരിച്ച് പറയാണ്. സ്ഥാനാർത്ഥിയുടെ പ്രസംഗവും കമ്മിറ്റി പ്രഖ്യാപനവും മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നമ്മുടെ ഈ മുന്നിൽ വെച്ചിട്ടുള്ള പെട്ടികൾ 7 മണ്ഡലങ്ങളിലേക്കും പോവുകയാണ്. നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ പ്രകടന പത്രികയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസരമാണ് നമ്മൾ ഒരുക്കുന്നത്. ഇവിടെ ആരെങ്കിലും അത് തയ്യാറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ പെട്ടിയിൽ അത് നിക്ഷേപിക്കാനുള്ള അവസരമാണ്. നാളെ മുതൽ 4-5 ദിവസം ഈ 7 മണ്ഡലങ്ങളിലായിട്ട് ഈ പ്രകടന പത്രികയിലേക്കുള്ള സജഷൻ, അഭിപ്രായങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടുള്ള പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. ഹാരാർപ്പണത്തിനായി NDA ഘടകകക്ഷികളെ ക്ഷണിക്കുന്നു. ശ്രീ ഗിരി പാമ്പനാൽ, ശ്രീ ഷെനൂപ് താമരക്കുളം, ശ്രീ AC സുധീന്ദ്രനാഥ്, ശ്രീ വിജയൻ താനായിൽ, ശ്രീ ഗോപാലൻ, ശ്രീമതി ലത, ശ്രീ സന്തോഷ് കാളിയത്ത്, ശ്രീ ജയേഷ് നീലയായിൽ, ശ്രീ MN ഗിരി. BJPയുടെ മണ്ഡലം പ്രസിഡന്റുമാർ ഉടൻ തന്നെ വേദിക്കരികിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ഹാരാർപ്പണത്തിനായി ക്ഷണിക്കുന്നു ബേപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷിനു പിന്നാണത്ത്, രാമനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് ശ്രീ കൃഷ്ണൻ പുഴയ്ക്കൽ, ഒളവണ്ണ മണ്ഡലം പ്രസിഡന്റ് ശ്രീ നിത്യാനന്ദൻ, കുന്നമംഗലം മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുധീർ, ശ്രീ ബബീഷ് ഉണ്ണികുളം, ശ്രീ K ഭാസ്കരൻ, ശ്രീ PC അഭിലാഷ്, ശ്രീ R ബിനീഷ്, ശ്രീ ഷാനവാസ് കരിഞ്ചോല, ശ്രീ K മനോജ്, ശ്രീ K ഷൈബു, സബിത പ്രഹ്ലാദൻ, ശ്രീ TP ഡിജിൽ, ശ്രീ CP വിജയകൃഷ്ണൻ. RLJP ജില്ലാ അധ്യക്ഷൻ ശ്രീ അരുൺകുമാർ കാളക്കണ്ടിയിൽ, മോർച്ച ജില്ലാ പ്രസിഡന്റുമാരായ OBC മോർച്ചയുടെ ശ്രീ ശശിധരൻ നാരങ്ങയിൽ, SC മോർച്ചയ്ക്ക് വേണ്ടി ശ്രീ അനീഷ്, ST മോർച്ചയ്ക്ക് വേണ്ടി ശ്രീ രാജു, മഹിളാ മോർച്ചയ്ക്ക് വേണ്ടി ശ്രീമതി രമ്യ മുരളി, ന്യൂനപക്ഷ മോർച്ചയ്ക്ക് വേണ്ടി ശ്രീ ഷെയ്ഖ് ഷാഹിദ്, യുവമോർച്ച ശ്രീ ജുബിൻ ബാലകൃഷ്ണൻ, കർഷക മോർച്ച ശ്രീ PP മുരളി. കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർമാരായ ശ്രീമതി നവ്യ ഹരിദാസ്, ശ്രീ T റനീഷ്, ശ്രീമതി അനുരാധ തായാട്ട്, ശ്രീമതി സരിത പറയേരി, ശ്രീ N ശിവപ്രസാദ്, ശ്രീമതി രമ്യ സന്തോഷ്, ശ്രീമതി CS സത്യഭാമ. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ
പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്ന് കേരളത്തിന്റെ യുവജന സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി ജനമനസ്സുകളിൽ ഇടം നേടിയ ശ്രീ MT രമേശ് ശുദ്ധവും സ്പഷ്ടവുമായ മലയാള ഭാഷാ ശൈലിയിലൂടെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കരുത്തുറ്റ നേതാവ്. മോദിയുടെ ഗ്യാരണ്ടി ഈ കോഴിക്കോട് നഗരത്തിൽ നടപ്പിലാക്കാൻ ഇറങ്ങിത്തിരിച്ച നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ MT രമേശ് അവർകളെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ശ്രീ നാരായണൻ മാസ്റ്റർ, ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ശ്രീ PC ജോർജ് അവർകൾ, ആമുഖപ്രസംഗം നടത്തിയ ബഹുമാന്യയായ ഡോക്ടർ പ്രമീള ദേവി, ഈ വേദിയിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരീ സഹോദരന്മാരെ, കോഴിക്കോട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഏപ്രിൽ മാസം 26-ാം തീയതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. 18ാം ലോകസഭയിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് നേരത്തെ ഇവിടെ പ്രസംഗിച്ചവരെല്ലാവരും വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുദീർഘമായി രാഷ്ട്രീയം പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രാവശ്യം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ഞാൻ വോട്ട് ചോദിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയെ വീണ്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടിയാണ്. നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് രാജ്യത്ത് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ആഹ്ലാദത്തിൽ പങ്കാളികളാകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ വിജയത്തിൽ നമുക്കും ഒരു പങ്കുണ്ട് എന്ന് പറയാൻ കഴിയണം. കഴിഞ്ഞ 2 പ്രാവശ്യവും കേരളം മോഡിയുടെ മുഖം തിരിഞ്ഞു നിന്നിട്ടേയുള്ളൂ. 2014 നരേന്ദ്രമോദി ഒരു പുതിയ ഭാരതത്തിനു വേണ്ടി വോട്ട് ചോദിച്ചപ്പോ കേരളം അതിനെ തിരസ്കരിച്ചു. 2019 വീണ്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും നരേന്ദ്രമോദിയോടൊപ്പമല്ല കേരളം നീങ്ങിയത്. 10 വർഷക്കാലത്തെ ഈ മഹാപരാധത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ 2024 തെരഞ്ഞെടുപ്പിൽ മലയാളത്തിനൊരു അവസരം കിട്ടുകയാണ്, കോഴിക്കോടിന് അവസരം കിട്ടുകയാണ്. ആ അവസരത്തിന് വേണ്ടിയിട്ടുള്ള പ്രതീകമായിട്ടാണ് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ ജനങ്ങളോട് ഞാൻ വോട്ട് ചോദിക്കുന്നത്. കോഴിക്കോടിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരൻ മുതൽ സമൂഹത്തിലെ എല്ലാ തുറകളിലും പെട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ഈ കോഴിക്കോടിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളുമുണ്ട്. അതുകൊണ്ട് മോഡിയുടെ ഗ്യാരണ്ടി കോഴിക്കോട് നടപ്പിലാക്കണം. മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് എല്ലാറ്റിലും പുതുമയുണ്ടാകണമെന്നുള്ളതാണ്. ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിക്കണമെന്നുള്ളതാണ്. ആത്മവിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോകണമെന്നുള്ളതാണ്. ആത്മഹർഷത്തോടുകൂടി ചേർത്ത് പിടിക്കണമെന്നുള്ളതാണ്. ആ ഗ്യാരണ്ടിയാണ് കോഴിക്കോട്ടെ ജനങ്ങളുടെ മുമ്പാകെ പങ്കുവയ്ക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. 700 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ കോഴിക്കോട് നഗരത്തിന്. കോഴിക്കോട് എന്ന നഗരത്തിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ കോഴിക്കോട് എന്ന വാക്കുണ്ടായത് കോതിലെന്നും കോട്ടയെന്നുമുള്ള 2 പദങ്ങൾ ചേർന്നുകൊണ്ടാണ് കോഴിക്കോട് എന്ന പദമുണ്ടാകുന്നത്. കോവിൽ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ക്ഷേത്രങ്ങളുടെ നഗരമാണ്. കോട്ട എന്ന് പറഞ്ഞാൽ എല്ലാ വൈദേശിക അക്രമങ്ങളെയും പ്രതിരോധിക്കാൻ ആവശ്യമായ തദ്ദേശവാസികൾ കെട്ടുയർത്തിയിട്ടുള്ള കോട്ടകൊത്തളകൾ കൊണ്ട് നിറഞ്ഞ മണ്ണായിരുന്നു ഈ മണ്ണ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ ക്ഷേത്രങ്ങളെയും കോട്ടകളെയും ചേർത്തുകൊണ്ട് കോവിലും കോട്ടയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കോഴിക്കോട് എന്ന പദം ഈ നാടിനുണ്ടായത്. അത്രയും വലിയ പാരമ്പര്യമുള്ള, അത്രയും വലിയ ചരിത്രമുള്ള ഒരു നഗരമാണ്. 16-ാം നൂറ്റാണ്ടിന് ശേഷം ഈ നഗരം രാജ്യത്തിന്റെ വെളിയിലേക്ക് അറിയപ്പെട്ടത്
വാണിജ്യത്തിന്റെ നഗരമായി, സംസ്കാരത്തിന്റെ നഗരമായി, കലയുടെ നഗരമായിട്ടൊക്കെയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ വലിയങ്ങാടി. ഈ ലോകത്തിലെ 10-40 രാജ്യങ്ങളിൽ നിന്ന് വ്യാപാരികൾ വലിയങ്ങാടിയിലേക്ക് ചേക്കേറിയിട്ടുണ്ടാകുമെന്ന് പൂർവികന്മാർ കോഴിക്കോടിന്റെ ചരിത്രം രേഖപ്പെടുത്തിയപ്പോ പറയുന്നുണ്ട്. നാം വാസ്കോഡ ഗാമ വന്നതിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. വാസ്കോഡ ഗാമക്ക് അപ്പുറത്തും ഇപ്പുറത്തും വലിയങ്ങാടിയിലേക്ക് വന്നുപോയിട്ടുള്ള ഒരുപാട് കച്ചവടക്കാരെ കുറിച്ച്, ഒരുപാട് വാണിജ്യ പ്രതിഭകളെ കുറിച്ച് ചരിത്രവും ഒരുപാട് സന്ദർഭത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കല്ലായിലെ മരവ്യാപാരം 17-18 നൂറ്റാണ്ടിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ മരവ്യാപാര കേന്ദ്രമായിരുന്നു കല്ലായിലെ മരം. കല്ലായിലെ മരം ലോകത്തിലെ 120 രാജ്യങ്ങളിലേക്ക് ഈ കല്ലായിൽ നിന്ന് മരം കൊണ്ടുപോകുമാറുണ്ടായിരുന്നു. കല്ലായിലെ മരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭംഗി എന്ന് പറയുന്നത്, കഴിവ് എന്ന് പറയുന്നത്, 1000 കൊല്ലക്കാലം സൂക്ഷിക്കാൻ സാധിക്കുന്ന, കേടുപറ്റാതെ സൂക്ഷിക്കാൻ സാധിക്കുന്ന അപൂർവമായിട്ടുള്ള മരങ്ങൾ കല്ലായിൽ ഉണ്ടായിരുന്നു എന്ന് കോഴിക്കോടിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാവരും പറയുന്നു. അങ്ങനെ ചരിത്രമുള്ള നഗരമാണ് ഈ കോഴിക്കോട്, പാരമ്പര്യമുള്ള നഗരമാണ് ഈ കോഴിക്കോട്. എല്ലാവരുമായിട്ടും സാഹിത്യ സംവാദം നടത്തിയിട്ടുള്ള, കടന്നു വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ചോദ്യങ്ങൾ കൊണ്ട് ചോദിച്ച് ഉത്തരം മുട്ടിച്ചിട്ടുള്ള രേവതി പട്ടത്താനം എന്ന ലോകോത്തരമായിട്ടുള്ള സാഹിത്യ സംവാദത്തിന്റെ കേന്ദ്രമായിരുന്നു നമ്മുടെ ഈ കോഴിക്കോട്. മാമാങ്കത്തിന് വേണ്ടി ആളുകൾ അരയൊഴുകുമ്പോൾ, ആ മാമാങ്കത്തിന്റെ അരക്കൊച്ച പുറക്കുമ്പോൾ അതിനാവശ്യമായ ആദർശ പ്രതലം തീർക്കാൻ സാമൂതിരിയുടെ മണ്ണിലേക്ക് ആളുകൾ എത്തിയത് ഈ കോഴിക്കോടിന്റെ പാരമ്പര്യത്തിന്റെ മറ്റൊരു പ്രതീകമായിരുന്നു. സംസ്കാരം കൊണ്ട്, സാഹിത്യം കൊണ്ട്, വാണിജ്യം കൊണ്ട്, വ്യവസായം കൊണ്ട്, ശസ്ത്രം കൊണ്ട്, ശാസ്ത്രം കൊണ്ട് ഈ കോഴിക്കോട് ഒരു നൂറ്റാണ്ട് കാലത്തിലേറെ പഴമയും പാരമ്പര്യവും പെരുക്കവും ലോകത്തെമ്പാടും അറിയിച്ച നഗരമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഞാനിത് പറയാൻ കാരണം, ആ കോഴിക്കോടിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ആ കോഴിക്കോട് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഇന്ന് ഈ ലോകത്തിലെ എല്ലാ ആസുരിക ശക്തികളുടെയും കേന്ദ്രമായി കോഴിക്കോട് മാറുന്നു. എല്ലാ സാമൂഹിക വിരുദ്ധ ശക്തികളുടെയും കേന്ദ്രമായി കോഴിക്കോട് മാറുന്നു. വ്യവസായങ്ങൾ തകർന്നു പോകുന്നു, വാണിജ്യങ്ങൾ തകർന്നു പോകുന്നു, വിദ്യാഭ്യാസം തകർന്നു പോകുന്നു. ഏത് രംഗത്താണ് കോഴിക്കോടിന് ഉന്നതിയുണ്ട് എന്ന് പറയാൻ സാധിക്കുക? എവിടെയാണ് പഴിച്ചു പോയത്? ഞാൻ കോഴിക്കോടിന് ജയിച്ചു പോയിട്ടുള്ള ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല. അവരാരും കഴിവില്ലാത്തവരാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. അവരെല്ലാവരും പരിണതപ്രജ്ഞരായിട്ടുള്ള ആളുകളാണ്. പ്രാദേശിക രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഒരുപാട് കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ 2004 20 കൊല്ലം മുമ്പ് ഈ കോഴിക്കോട് പാർലമെന്റിൽ അന്ന് ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുമ്പോൾ എനിക്കെതിരായി മത്സരിച്ചത് എക്കാലത്തും കേരളവും കോഴിക്കോടും ബഹുമാനിക്കുന്ന, ഞാൻ ഏറെ ആദരിക്കുന്ന മരിച്ചുപോയ ശ്രീ MP വീരേന്ദ്രകുമാറാണ്. അന്ന് ഈ കല്ലായിൽ വെച്ച് ബഹുമാനപ്പെട്ട വീരേന്ദ്രകുമാറിനോട് അന്ന് ചോദിച്ച അതേ ചോദ്യങ്ങൾ LDFന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി എളമരം കരീമിനോടും ചോദിക്കാൻ സാധിക്കും. നിങ്ങൾ കോഴിക്കോടിന് വേണ്ടി എന്ത് ചെയ്തു? നിങ്ങൾ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടാകാം, നിങ്ങൾ പാർലമെന്റിൽ നരേന്ദ്രമോദിയെ ചീത്ത പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങൾ അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാകാം, നിങ്ങൾ വലിയ വലിയ സമരങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. പക്ഷെ കോഴിക്കോട് കടപ്പുറത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി, ഈ കോഴിക്കോട് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കോൺഗ്രസിലെ 120 തൊഴിലാളി കുടുംബത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു കേന്ദ്രമില്ലാതെ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാൻ വിധിക്കപ്പെടുന്ന കോഴിക്കോട്ടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ 15 കൊല്ലക്കാലത്തെ ചരിത്രം മാത്രമല്ല, കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം ഈ പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചവർ, അവരാർക്കും കോഴിക്കോടിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി സാധിച്ചില്ല. അവിടെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, നമുക്ക് ഒരു പുതിയ കോഴിക്കോട് ഉണ്ടാവണം. ആ പുതിയ കോഴിക്കോട് ഇത്തരം രാജ്യവിരുദ്ധ ശക്തികളെ സഹായിക്കുന്ന മണ്ണല്ല. ഞാൻ ഈ കോഴിക്കോട് വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കോഴിക്കോടിന്റെ ചരിത്രത്തിൽ നാം എക്കാലവും ഓർമ്മിക്കേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. എനിക്കെതിരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് വ്യക്തിപരമായി അവരെ കുറിച്ച് എന്തെങ്കിലും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ആ രണ്ട് സ്ഥാനാർത്ഥികളും വ്യക്തിപരമായ ഏറെ സൗഹൃദമുള്ള അടുപ്പമുള്ള ആളുകൾ തന്നെയാണ്. അവർ വ്യക്തിപരമായി മോശക്കാരാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ആരുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്? ആ രണ്ടുപേരും ആരുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്? ഈ കോഴിക്കോട് നഗരത്തിൽ നമ്മൾ അവരെ കണ്ടിട്ടുള്ളതെല്ലാം നമുക്ക് വേണ്ടി സംസാരിക്കുമ്പോഴല്ല, അവരെ ഒരുമിച്ച് കണ്ടിട്ടുള്ളതെല്ലാം നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം കണ്ടത്. മാറാടിന്റെ കണ്ണുനീര് കോഴിക്കോട്ടെ ജനങ്ങൾക്ക് മറക്കാൻ സാധിക്കുമോ? ഒരുപക്ഷെ പുതിയ തലമുറക്ക് അതറിയണമെന്നില്ല. 2 പതിറ്റാണ്ട് കാലത്തിനപ്പുറത്ത് മാറാട് ഒരു സായാഹ്നത്തിൽ ഒന്നും അറിയാതെ കടപ്പുറത്ത് കഴിഞ്ഞു വന്ന 8 മനുഷ്യരെ വെട്ടിനുറുക്കിയിട്ടത് ചരിത്രം അങ്ങനെ എളുപ്പത്തിൽ മറക്കാൻ സാധിക്കുമോ? അവർ നിരപരാധികളായിരുന്നു. ഒരു കുഴപ്പവും അവരുണ്ടാക്കിയിട്ടില്ല, ഒരു കലാപവുമില്ല. രാവിലെ മുതൽ കടലിൽ പോയി ഉച്ചക്ക് തിരിച്ചു വന്ന് വൈകുന്നേരത്തെ കടപ്പുറത്തെ കാറ്റേറ്റുകൊണ്ട് സ്വകാര്യ സംഭാഷണം നടത്തിയിരുന്ന ആളുകൾ, പരസ്പരം കളി പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്ന ആളുകൾ, ആ ആളുകളിലേക്കാണ് വലിയ വലിയ ആയുധങ്ങളുമായി ഒരു കൂട്ടം ആളുകൾ ചാടിക്കയറി വന്നത്. അവരെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയത്. ജീവൻ ബാക്കിയുള്ള കുറെ ആളുകൾ ആശുപത്രിയിലായിരുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം 8 ആംബുലൻസുകളിലായി കൊല്ലപ്പെട്ടവരുടെ മൃതശരീരം മാറാട് കടപ്പുറത്തെത്തുമ്പോ എല്ലാം നഷ്ടപ്പെട്ട് നെഞ്ചുപൊട്ടി വിലപിച്ച ആയിരക്കണക്കിന് അമ്മമാരെ കടപ്പുറത്തുണ്ട്. ആ അമ്മമാരുടെ കണ്ണുനീര് ഇനിയും തോന്നിട്ടില്ല. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ കടപ്പുറത്തെ സാധാരണക്കാർ ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ നാം ഇന്ന് കാണുന്ന കോഴിക്കോട് ഇങ്ങനെയാകുമായിരുന്നില്ല. പക്ഷേ അവർ ആത്മസംയമനം കാണിച്ചു. ഞാൻ ചോദിക്കട്ടെ, ആ ആത്മസംയമനം കോഴിക്കോടിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? മാറാട് കടപ്പുറത്തെ പാവപ്പെട്ട സഹോദരന്മാർ കാണിച്ച ആത്മസംയമനത്തോട് എന്തായിരുന്നു കോൺഗ്രസിന്റെയും CPM-ന്റെയും നിലപാട്? നിങ്ങൾ അവരെ പരിഹസിച്ചു, നിങ്ങൾ അവരെ കളിയാക്കി, നിങ്ങൾ അവരെ വെല്ലുവിളിച്ചു. CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ മാറാട് കടപ്പുറത്തെ നിരപരാധികളെ വെല്ലുവിളിക്കാനാണ് നിങ്ങൾ തയ്യാറായത്. അതങ്ങനെ മറക്കാൻ സാധിക്കുമോ? കോഴിക്കോട് ജനങ്ങൾക്ക് മറക്കാൻ സാധിക്കുമോ? ഈ കോഴിക്കോട് ടൗൺ ഹാളിലല്ലേ അന്നത്തെ KPCC പ്രസിഡന്റും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒരുമിച്ച് ഒരു വേദിയിൽ വന്നു നിന്നുകൊണ്ട് മാറാട് കടപ്പുറത്തെ പാവപ്പെട്ട അമ്മമാരെയും സഹോദരന്മാരെയും പരസ്യമായി ആക്ഷേപിച്ചത് മറക്കാൻ സാധിക്കുമോ? ഇന്ന് പുതിയ വേഷം കെട്ടി വരുമ്പോ, പുതിയ രൂപത്തിലും ഭാവത്തിലും കോൺഗ്രസുകാരും CPM-കാരും വെളുക്കെ ചിരിച്ചുകൊണ്ട് വരുമ്പോ ആ പഴയ സംഭവം നമ്മുടെ മനസ്സിലുണ്ട്. അത് മറന്നുപോയിട്ടില്ല എന്ന് അവരെ ഓർമ്മപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്. അവിടെയും തീർന്നില്ല. ഈ കോഴിക്കോട് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി സമരം നടന്ന കാലഘട്ടം ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? ആ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ട് സമരം നടന്നപ്പോ ഈ കോഴിക്കോട് പരിസരത്തുമുള്ള പല കടകളും അന്ന് ഹർത്താൽ ആചരിക്കും. ചില ആളുകൾക്ക് സാധനങ്ങൾ കൊടുക്കില്ല. ചില ആളുകൾ കടയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സാധനങ്ങളില്ല എന്ന് പറയും. BJP-യുടെ ഒരു യോഗം നടന്നാൽ അവിടെ ഹർത്താൽ ആചരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഒരു നിയമത്തിന്റെ പേരിൽ ഒരു സമൂഹത്തെ ബഹിഷ്കരിക്കാൻ ഒരുപറ്റം ഭീകരവാദികൾ തയ്യാറായപ്പോൾ എവിടെയായിരുന്നു കോൺഗ്രസ് നിങ്ങൾ? ഞാൻ സനാതന ഹിന്ദുവാണ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ഈ കോഴിക്കോട് തെരുവോരങ്ങളിൽ ഒരു സമുദായത്തെ പരസ്യമായി ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ ആരുടെ കൂടെയായിരുന്നു? നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചത് ഈ നാട് കത്തിക്കാൻ പരിശ്രമിക്കുന്നവരുടെ കൂടെ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചത്. നിങ്ങളെ ഞങ്ങൾ കണ്ടത് ഒരു സമൂഹത്തെയും ഒരു ജനവിഭാഗത്തെയും അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും വെല്ലുവിളിക്കാനും ഭീഷണിപ്പെടുത്താനും തയ്യാറാകുന്ന ഒരുപറ്റം മതഭീകരവാദികളുടെ കൂടെയാണ് ഞങ്ങൾ നിങ്ങളെ കണ്ടത്. ശബരിമല പ്രക്ഷോഭം നടന്ന ഓർമ്മയില്ല നിങ്ങൾക്ക്? ആ പ്രക്ഷോഭ PC ഇവിടെ സൂചിപ്പിച്ചു. ശബരിമലയിൽ അന്ന് പോലീസിന്റെ സഹായത്തോടു കൂടി ആചാര ലംഘനം നടത്തിയപ്പോ നമ്മൾ ഇന്നലെ ഹർത്താൽ പ്രഖ്യാപിച്ചു.
ആ ഹർത്താൽ പരാജയപ്പെടുത്താൻ വേണ്ടി ഈ കോഴിക്കോട് നഗരത്തിലെ ഒരുപറ്റം ആളുകൾ രംഗത്തിറങ്ങി ഈ മിഠായി തെരുവിലെ കടകൾ മുഴുവൻ തുറന്നു വെച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ കോൺഗ്രസുകാരോട് ചോദിക്കട്ടെ, നിങ്ങൾ എവിടെയായിരുന്നു? ആചാരത്തിനു വേണ്ടിയും അനുഷ്ഠാനത്തിനു വേണ്ടിയും സനാതന ധർമ്മത്തിനു വേണ്ടിയും ഒക്കെ ഇപ്പൊ പ്രസംഗിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, പാവപ്പെട്ട ഞങ്ങളുടെ പ്രവർത്തകന്മാർ മിഠായി തെരുവിൽ ആ ഭീഷണിയെ വെല്ലുവിളിച്ചുകൊണ്ട് അത് സമരത്തിലിറങ്ങുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ കൈകൊട്ടിച്ചിരിക്കുകയായിരുന്നു. ഇതെല്ലാം കോഴിക്കോട് മറന്നുപോയി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മറവിയുടെ പാഠപുസ്തകത്തിൽ ഇതൊന്നും എഴുതാൻ ഈ കോഴിക്കോട്ടുകാർക്ക് മനസ്സില്ല എന്ന് 26-ാം തീയതി നിങ്ങൾക്ക് ബോധ്യമാവും. അതൊന്നും അങ്ങനെയൊന്നും മറക്കാൻ സാധിക്കില്ല. ഇവിടെ ഇപ്പൊ നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി കോഴിക്കോടാണ് വലിയ റാലി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോടും പൗരത്വ നിയമവും തമ്മിൽ എന്താ ബന്ധം? ഹമാസിന്റെ വിഷയം വന്നപ്പോഴും കോഴിക്കോടാണ് റാലി നടത്തുന്നത്. കേരളത്തിൽ മറ്റെവിടെയും റാലി നടത്തിയില്ലല്ലോ. ഞാൻ നാളെ വരുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എല്ലാ ബഹുമാനവും കൊണ്ട് നിലനിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ, പൗരത്വ നിയമ ഭേദഗതികളിൽ കേരളത്തിൽ എന്താ കുഴപ്പം? ആ നിയമം പ്രാവർത്തികമാകുമ്പോൾ കേരളത്തിൽ ഒരാളും പൗരത്വത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടില്ല. ആകെയുള്ള ഒരു 10,000-ന് താഴെ ഹിന്ദുക്കളും സിഖുകാരും പാർസികളുമാണ് പൗരത്വത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ എത്രയോ കൊല്ലമായി അവർ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു 5000 ഹിന്ദുക്കൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിൽ നിന്നും ആട്ടിയോടിപ്പിച്ചിട്ട് വർഷങ്ങളായിട്ട് ഈ ഇന്ത്യയിലെ തെരുവിൽ കഴിയുന്ന ഒരു 5000-ലേറെ വരുന്ന ഹിന്ദുക്കൾക്കും ഒരു 2000 ക്രിസ്ത്യാനികൾക്കും ഈ രാജ്യത്തിന്റെ പൗരത്വം കൊടുക്കുന്നതിൽ എന്തിനാണ് കോൺഗ്രസ്, എന്തിനാണ് CPM നിങ്ങൾക്ക് ഇത്ര വേവലാതി? അതിനപ്പുറം ഒന്നുമില്ലല്ലോ. ഒരു 5000 ഹിന്ദുക്കൾ ഈ രാജ്യത്തിലെ പൗരന്മാരായാൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ ഈ രാജ്യത്തിന്റെ മതേതരത്വം? ഒരു 2000-ലേറെ വരുന്ന ക്രിസ്ത്യാനികൾക്ക് ഈ രാജ്യത്തിന്റെ പൗരത്വം കൊടുത്താൽ രാജ്യത്തിന്റെ മതേതരത്വം ഇടിഞ്ഞു പൊളിഞ്ഞു വീണു പോകുമോ? നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ മുസ്ലിം സമൂഹത്തെ കണ്ടുകൊണ്ടാണ് എങ്കിൽ, ഈ പാർലമെന്റ് മണ്ഡലത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നെങ്കിൽ, നിങ്ങൾ പ്രഖ്യാപിക്കുന്ന യുദ്ധം ഭാരതീയ ജനതാ പാർട്ടിയോടല്ല. നിങ്ങൾ പ്രഖ്യാപിക്കുന്ന യുദ്ധം ദേശീയ ജനാധിപത്യ സഖ്യത്തോടല്ല. നിങ്ങൾ പ്രഖ്യാപിക്കുന്ന യുദ്ധം നരേന്ദ്രമോദിയല്ല. നിങ്ങൾ പ്രഖ്യാപിക്കുന്ന യുദ്ധം കഴിഞ്ഞ 20 കൊല്ലക്കാലമായി ഈ രാജ്യത്തിന്റെ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിച്ച് കാത്തിരിക്കുന്ന 5000 ഹിന്ദുക്കളോടും 2000 ക്രിസ്ത്യാനികളോടുമാണ് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന യുദ്ധം. അത് മനസ്സിലാക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സാധിക്കും. അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധം ഈ രാജ്യത്തിലെ ജനങ്ങൾക്കുണ്ട്. എന്തിനാണ് നിങ്ങൾ ആളുകളെ ഇങ്ങനെ 2 തട്ടിലാക്കുന്നത്? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഞാൻ ആരും ഇഫ്താർ വിരുന്നിന് പോകുന്നതിനെതിരൊന്നുമല്ല. മുസ്ലിം സഹോദരന്മാർ വിളിച്ചാൽ, സുഹൃത്തുക്കളെ വിളിച്ചാൽ നമ്മൾ പോകാറുണ്ട്. അതൊരു സൗഹൃദമാണ്. കോഴിക്കോട് എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന നാടാണ്. ഏറ്റവും സൗഹൃദമുള്ള നാടാണ്. ആ നാട്ടിൽ നമ്മളെല്ലാവരും പരസ്പരം ഇഫ്താർ വിരുന്നിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്, നോമ്പ് തുറക്കാൻ പോകാറുണ്ട്. ഓണത്തിനും വിഷുവിനും മുസ്ലിം സഹോദരന്മാർ നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട്. അതിനൊന്നും ആരും എതിരല്ല. പക്ഷേ ഈ മണ്ഡലത്തിലെ LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികളോട് ഞാൻ ബഹുമാനപൂർവ്വം ചോദിക്കട്ടെ, ഇന്നലെ നിങ്ങൾ പങ്കെടുത്തത് ഒരു വെറും ഇഫ്താറിനല്ല. ഇന്നലെ നിങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് 2 പേരും ഒരേ സന്തോഷത്തോടു കൂടി പങ്കെടുത്തത് ഈ രാജ്യം തകർക്കാൻ വേണ്ടി പരിശ്രമിച്ചവന്റെ ഇഫ്താർ വിരുന്നിലാണ് എന്ന് മനസ്സിലാക്കാനെങ്കിലും നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോ ആ നിരോധനം പാടില്ല എന്ന് പറഞ്ഞവരാണ് LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികൾ. ഞങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങളുടെ കൈവശമുണ്ട്. ഇന്ന് നിങ്ങൾ വേഷം കെട്ടി വന്നിട്ട് കാര്യമൊന്നുമില്ല. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോ ആ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിൽ നെഞ്ചത്തടിച്ച് നിലവിളിച്ച 2 വ്യക്തികളാണ് ഈ മണ്ഡലത്തിൽ LDF-നും UDF-നും വേണ്ടി വോട്ട് ചോദിക്കുന്നത്. അവർക്ക് പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് നമുക്കറിയാം.
പോപ്പുലർ ഫ്രണ്ടുകാർ നിരോധിക്കപ്പെടുമ്പോ അവർക്കുണ്ടാകുന്ന സങ്കടം നമുക്കറിയാം. ആ സങ്കടമാണ് ഇന്നലെ അതേ പോപ്പുലർ ഫ്രണ്ടുകാരന്റെ കൂടെ നിന്നുകൊണ്ട്, പേരിൽ ഒരു പക്ഷേ മാറ്റമുണ്ടാകാം, പേര് മാറിയിട്ടുണ്ടാകാം, അത് പോപ്പുലർ ഫ്രണ്ട് ആയാലും SDP ആയാലും എല്ലാം ഒന്നാണ്. നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ രാജ്യം തകർക്കാൻ വേണ്ടി പരിശ്രമിച്ചവന്റെ വിരുന്നുണ്ണാൻ നിങ്ങൾ പോകരുതായിരുന്നു. നിങ്ങൾ വിരുന്നുണ്ണാൻ പോയത്, നിങ്ങൾ കുശലാന്വേഷണം നടത്തിയത് ഈ രാജ്യം തകർക്കാൻ വേണ്ടി പരിശ്രമിച്ചതിന്റെ പേരിൽ ഇന്ത്യ രാജ്യം നിരോധിച്ചിട്ടുള്ള ഒരു സംഘടനയുടെ പഴയ നേതാക്കന്മാരുടെ കൂടെ, അവന്റെ രാഷ്ട്രീയ മുഖത്തിന്റെ കൂടെ, ഇന്നും പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പണിയെടുക്കുന്നവന്റെ കൂടെ, അവന്റെ കൂടെ വിരുന്നുണ്ണാൻ പോയതിന് ഈ കോഴിക്കോട് പൗരജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയാനുള്ള രാഷ്ട്രീയ മര്യാദയെങ്കിലും കാണിക്കണമെന്ന് എന്നെതിരായി മത്സരിക്കുന്ന ആ രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഈ സദസ്സ് സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, അതൊരു മര്യാദയാണ്. ഈ കോഴിക്കോട്ട് ജനങ്ങളോട് കാണിക്കേണ്ട മര്യാദയാണ്. നിങ്ങൾ പിൻവാതിലൂടെ പോയി വോട്ട് പിടിച്ചോ? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസുകളും വീടുകളും കയറി ഇറങ്ങുകയാണെന്ന് ഞങ്ങൾക്കറിയാം. അതൊക്കെ ഞങ്ങൾക്കറിയാം. നിങ്ങൾ എല്ലാ SDP-യുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പുറകെയാണ് കോൺഗ്രസുകാരും CPM-കാരും എന്ന് ഞങ്ങൾക്കറിയാം. അതൊക്കെ നിങ്ങൾ രാത്രിയിൽ തലയിൽ മുണ്ടിട്ട് എന്തു വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷെ പകൽ വെളിച്ചത്തിൽ ഒരു സമൂഹത്തെയും ഒരു ജനതയെയും ആക്ഷേപിക്കരുത്. ഒരു നാടിനെ വെല്ലുവിളിക്കരുത്. ഒരു നാടിന്റെ ഭരണ സംവിധാനത്തെ വെല്ലുവിളിക്കരുത്. ഒരു രാജ്യത്തിന്റെ സംവിധാനത്തെ വെല്ലുവിളിക്കരുത്. അത് വെല്ലുവിളിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ഞാൻ സൂചിപ്പിച്ചത്, കോഴിക്കോട്ട് ഇത്തരം ശക്തികൾക്ക് അനുകൂലമായിട്ടുള്ള മണ്ണുണ്ട്, അവരെ സഹായിക്കുന്നവരാണ്. ഇനിയും കോഴിക്കോട് ഇത്തരം ദേശവിരുദ്ധ ശക്തികളുടെ നാടാകരുത്. മഹാനായിട്ടുള്ള സാഹിത്യകാരൻ, എഴുത്തുകാരൻ, കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ CSK പൊറ്റക്കാട് കോഴിക്കോടിനെ കുറിച്ച് പറഞ്ഞത് കോഴിക്കോട് നന്മയുടെ നഗരമെന്നാണ്. അതെ, നമ്മുടെ ഈ കോഴിക്കോട് നന്മയുടെ നഗരം തന്നെയാണ്. ആ നന്മയുടെ നഗരത്തിലേക്ക് തിന്മകളെ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചത് സംഘടിത മതവോട്ടിന്റെ പിന്നാലെ പോയിട്ടുള്ള CPM-ഉം കോൺഗ്രസുമാണ്. അവരെ തിരിച്ചറിയാൻ സാധിക്കണം. അവർക്ക് വേണ്ടി വേഷം കെട്ടുവരുന്നവരെ തിരിച്ചറിയാൻ സാധിക്കണം. അത് തിരിച്ചറിയുക എന്നുള്ളത് കോഴിക്കോടിന്റെ കടമയാണ്. പുള്ളിമാന്റെ വേഷത്തിൽ വരുന്ന മാരീജന്മാരെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നാം വലിയ വില കൊടുക്കേണ്ടി വരും. പലരും വേഷം കെട്ടി വരുന്നുണ്ട്, നമുക്കറിയാമത്. വേഷം കെട്ടി വരുന്നവരെ തിരിച്ചറിയാൻ സാധിക്കണം. ആ മാരീജന്മാരെ തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് CPM-ഉം കോൺഗ്രസും അവർ രണ്ടു കൂട്ടരും രാജ്യത്ത് നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ നടക്കുന്നവരാണ്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. അവര് ഒരു മുന്നണിയാണ്. ആ മുന്നണി എന്ന് പറയുന്നത് രാജ്യം തകരണമെന്ന് ആഗ്രഹിക്കുന്ന മുന്നണിയാണ്. രാജ്യം തകരണമെന്ന് ആഗ്രഹിക്കുന്ന മുന്നണിയാണോ വേണ്ടത്? രാജ്യം വളരണമെന്ന് ആഗ്രഹിക്കുന്ന മുന്നണിയാണോ വേണ്ടത്? ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഞാൻ പ്രിയപ്പെട്ടവരെ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരവസരമാണ്. കോഴിക്കോടിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ നമുക്ക് കിട്ടുന്ന സാഹചര്യമാണ്. കോഴിക്കോടിന് വ്യവസായത്തിൽ, കോഴിക്കോടിന്റെ വാണിജ്യത്തിൽ, കോഴിക്കോടിന്റെ വ്യാപാരത്തിൽ, കോഴിക്കോടിന്റെ കൃഷിയിൽ, കോഴിക്കോടിന്റെ വിദ്യാഭ്യാസത്തിൽ എല്ലാം നമുക്ക് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. എനിക്ക് കോഴിക്കോടിനെ കുറിച്ച് നന്നായിട്ടറിയാം. ഞാൻ ആദ്യമായി ഒരു പൊതുപ്രവർത്തനവുമായി മുദ്രാവാക്യം വിളിച്ചത് ഈ കോഴിക്കോട് നഗരത്തിലാണ്. ഈ കോഴിക്കോട് നഗരത്തിലാണ് 10-30 വർഷക്കാലം രാഷ്ട്രീയ പ്രവർത്തനവുമായി, പൊതുപ്രവർത്തനവുമായി ഞാൻ ജീവിച്ചത്. ഈ നഗരത്തിലാണ് ഞാൻ രാഷ്ട്രീയം പഠിച്ചതും രാഷ്ട്രീയം പ്രചരിപ്പിച്ചതും രാഷ്ട്രീയമായി മുമ്പോട്ട് നടന്നതും. അതുകൊണ്ട് ഈ നഗരത്തെക്കുറിച്ച്, ഈ പാർലമെന്റ് മണ്ഡലത്തെക്കുറിച്ച് എനിക്ക് എന്റെ ഉള്ളം കയ്യിലെ രേഖ പോലെ അറിയാം. അതാണ് എന്റെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ കോഴിക്കോട്ടെ ജനങ്ങളോട് ഒരവസരം തരണം എന്ന് പറയുന്നത്. ഒരവസരം നിങ്ങൾ തന്നാൽ മായാജാലം കാണിക്കാം എന്നൊന്നും കോഴിക്കോട്ടുകാരോട് ഞാൻ പറയുന്നില്ല. ഒരു ഇന്ദ്രജാലവും കാണിക്കാം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഈ കോഴിക്കോട്ടെ 13 ലക്ഷം വരുന്ന വോട്ടർമാരോട് ഉറപ്പ് പറയാൻ സാധിക്കും. ഒരവസരം നിങ്ങൾ എനിക്ക് തന്നാൽ നിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഞാൻ പാർലമെന്റിൽ എന്റെ ജീവിതാവസാനം വരെ, എന്റെ അവസാന ശ്വാസം വരെ ഉണ്ടാകും. അവിടെ
നിങ്ങൾക്ക് വേണ്ടി ഞാൻ ശബ്ദമുയർത്തും. ഈ കോഴിക്കോട്ടെ സാധാരണക്കാർക്ക് വേണ്ടി, മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് വേണ്ടി, രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്തും പണിശാലയിലും പണിയെടുത്ത് രക്തം വിയർപ്പാക്കി കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനം കൊണ്ട് ഒരു കുടുംബത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ഏറ്റവും സാധാരണക്കാരന്റെ ശബ്ദമാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഉയരേണ്ടതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അവസരം എനിക്ക് തരിക. തൊഴിൽ നഷ്ടപ്പെട്ടു പോയി നിരാലംബരായി കഴിയുന്ന മാവൂർ ഗാളിയറേൻസിലെയും കോൺട്രസ്റ്റിലെയും അടക്കമുള്ള കുന്നത്തറ ടെക്സ്റ്റൈൽസ് ഉൾപ്പെടെയുള്ള പൂട്ടിപ്പോയിട്ടുള്ള ഈ കോഴിക്കോട്ടെ വ്യവസായ സ്ഥാപനങ്ങളിൽ അവിടെ ജോലി ചെയ്ത് ആ ശിഷ്ടകാലം എന്തു ചെയ്യണമെന്നറിയാതെ പട്ടിണി കിടക്കുന്ന സാധാരണക്കാരായ തൊഴിലാളി കുടുംബങ്ങളുടെയും അവരുടെ മക്കളുടെയും കണ്ണുനീരിന്റെ ശബ്ദമാണ് ഇന്ത്യൻ പാർലമെന്റിൽ എത്തേണ്ടതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു അവസരം എനിക്ക് തരിക. കടലോരത്ത് കടലിനോട് മല്ലടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ഈ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഒരു ഭാഗം മുഴുവനും നീണ്ടു നിവർന്നു കിടക്കുന്ന കടലാണ്. ആ കടലിൽ ജീവിക്കുന്നവർ അവരുടെ ജീവിതം ഇന്നും വലിയ പ്രതിസന്ധിയിലാണ്, പ്രശ്നത്തിലാണ്. ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവർ കടലിൽ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. തിരിച്ചു വരുമെന്ന് ഉറപ്പൊന്നും അവർക്കില്ല. അപകടം പറ്റിയാൽ അവരെ സഹായിക്കാൻ ഒരു ഫിഷറീസ് വകുപ്പുമില്ല. എന്തെങ്കിലും അപകടം പറ്റി ചികിത്സയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ധനസഹായമില്ല, സാമ്പത്തിക സഹായമില്ല. കഴിഞ്ഞ ദിവസവും പുതിയാപ്പ കടപ്പുറത്ത് പോയപ്പോ പറഞ്ഞു, കടലിൽ പോയി മീൻപിടിക്കാൻ വേണ്ടി പോയപ്പോ കടലിൽ വെച്ച് മരിച്ചതാണ്, ഹൃദയസ്തംഭനമാണെന്ന് പറയുന്നു. ഹൃദയസ്തംഭനം കൊണ്ട് മരിച്ചാൽ നഷ്ടപരിഹാരം കൊടുക്കാൻ പണമില്ല എന്ന് ഫിഷറീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നു. ശരിയായിരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ജില്ലാ ഭരണകൂടത്തോട്ടും ഫിഷറീസ് വകുപ്പോടും ആകെയുള്ള ഒരു ഗൃഹനാഥൻ, ആ ഗൃഹനാഥന് കടലിൽ പോയി മീൻ പിടിക്കുമ്പോൾ ഹൃദയസ്തംഭനം കൊണ്ട് മരിച്ചു തിരിച്ചു വന്ന ആ കുടുംബത്തെ സഹായിക്കാൻ 2000 രൂപ നാളുണ്ട് ഇവർക്ക്. അത് ആരുടെ ചുമതലയാണ്? ആരാ ചെയ്യേണ്ടത്? ഈ രാജ്യത്ത് കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് മത്സ്യബന്ധന മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. ആ പൈസ എടുത്ത് കൊടുത്തുള്ളൂ നിങ്ങൾക്ക്. മത്സ്യസമ്പാദന യോജന പ്രകാരം ഈ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയുണ്ടല്ലോ. ആരാ നടപ്പിലാക്കേണ്ടത്? ജില്ലാ ഭരണകൂടമല്ലേ നടപ്പിലാക്കേണ്ടത്. നിങ്ങൾ അവർക്ക് എന്താ കൊടുക്കുന്നത്? മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു സാമ്പത്തിക സഹായവും നിങ്ങൾ കൊടുക്കുന്നില്ല. ഈ പുതിയാപ്പ് മുതൽ നമ്മുടെ മാറാട് വരെയുള്ള, ബേപ്പൂർ വരെയുള്ള കടലില് കാലവർഷമായി കഴിഞ്ഞാൽ വലിയ ഭീഷണിയാണ്. എല്ലാ പ്രാവശ്യവും പറയും ഞങ്ങൾക്ക് കടൽ ഭിത്തി വേണം. കേന്ദ്രം പണം തന്നില്ലേ നിങ്ങൾക്ക്? കടപ്പുറത്തേക്ക് വരുന്ന MP-മാരോട് ചോദിക്കണം. നിങ്ങൾ MP കടപ്പുറത്തേക്ക് വരുമ്പോ, വോട്ട് ചോദിച്ച് LDF വരുമ്പോ, ഈ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം മാത്രം ഈ കേരളത്തിന് 100 കോടിയിലേറെ രൂപ ദുരന്ത നിവാരണത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ആ ദുരന്ത നിവാരണം എന്ന് പറഞ്ഞാൽ ഈ കടപ്പുറത്ത് പുലിക്കെട്ട് ഉൾപ്പെടെയുള്ള എല്ലാ സുരക്ഷാ മാർഗങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്താ ചെയ്യാത്തത്? ഓരോ കാലവർഷം വരുമ്പോഴും കടപ്പുറത്ത് പോയി ഫോട്ടോ എടുത്താൽ മാത്രം പോരാ. നാളെ വോട്ട് പിടിക്കാൻ കടപ്പുറത്തേക്ക് MP വരുമ്പോ, MLA വരുമ്പോ ചോദിക്കാൻ സാധിക്കണം. ഞാൻ സൂചിപ്പിച്ചത്, ആ കടലിനോട് മല്ലിടുന്ന, ജീവൻ പണയം വെച്ചുകൊണ്ട് കടലിൽ പോയി മീൻ പിടിച്ചു കൊണ്ടുവന്ന് കുടുംബത്തെ പോറ്റുന്ന പാവപ്പെട്ട നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദമുയരേണ്ടതെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്, ആ ശബ്ദമുയർത്താൻ എനിക്ക് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇന്ത്യൻ പാർലമെന്റ് ഉയരേണ്ട ശബ്ദം കോഴിക്കോട്ടെ മുതലാളിമാരുടെ ശബ്ദമല്ല. ഇന്ത്യൻ പാർലമെന്റിൽ ഉയരേണ്ട ശബ്ദം ഈ കോഴിക്കോട് നഗരത്തിലെ വലിയ വലിയ മുതലാളിമാരുടെയും വ്യവസായികളുടെയും ശബ്ദമല്ല. മതമൗലികവാദികളുടെയും മതഭീകരവാദികളുടെയും ശബ്ദമല്ല. ആ ശബ്ദം ഉയർത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ രണ്ടുപേരെയും അയച്ചാൽ മതി. അവർക്കത് വളരെ ഭംഗിയായിട്ട് ഉയർത്താൻ വേണ്ടി സാധിക്കും. അതേ അവർക്ക് ഉയർത്താൻ സാധിക്കൂ. പക്ഷെ അതല്ല, ഈ നാട്ടിൽ പാവപ്പെട്ടവൻ, സാധാരണക്കാരൻ, ഇടത്തരക്കാരൻ, മധ്യവർത്തി, കർഷകൻ, തൊഴിലാളി, ഇവരുടെ എല്ലാവരുടെയും ശബ്ദമാണ്. ഇവരുടെ എല്ലാം വേദനയുടെയും വിയർപ്പിന്റെയും ശബ്ദമാണ്, കണ്ണുനീരാണ് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ
പാവപ്പെട്ടവർക്ക് വേണ്ടി പണിയെടുക്കാൻ തയ്യാറാകുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ മുമ്പിൽ കോഴിക്കോട്ടിൽ പാവപ്പെട്ടവരെ ശബ്ദമുയർത്തണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരവസരം ഈ പ്രാവശ്യം നിങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നൽകണം എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് മുമ്പാകെ വെക്കാനുള്ളൂ. അതുകൊണ്ട് ഇത് ഒരു അവസരമാണ്. കോഴിക്കോട് മാറാൻ വേണ്ടി പോകുന്നു. നരേന്ദ്രമോദിയോടൊപ്പം കോഴിക്കോടും മാറുന്നു. ഈ കോഴിക്കോട് ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രവും പാരമ്പര്യവുമുള്ള നാടാണ്. ഈ കോഴിക്കോട്ടേക്കാണ് ദേശീയ പ്രസ്ഥാനങ്ങൾ ആദ്യമായി കടന്നു വന്നത്. ഈ കോഴിക്കോടിന്റെ മുന്നിലേക്കാണ് എല്ലാ ദേശീയ ജിഹ്വകളും ആദ്യമായി കടന്നു വന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘം ആദ്യമായി വന്നത് ഈ കോഴിക്കോട്ടേക്കാണ്. നമ്മുടെ എല്ലാം ആദ്യ രൂപമായ ഭാരതീയ ജനസംഘം ആദ്യമായി വന്നത് ഈ കോഴിക്കോടാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കോഴിക്കോടുണ്ട്. അതുകൊണ്ട് ചരിത്രവും കാലവും നമുക്ക് അനുകൂലമാണ്. ഈ കേരളത്തിൽ ഈ പ്രാവശ്യം ഒരുപാട് താമരകൾ വിരിയുമ്പോൾ എനിക്കുറപ്പുണ്ട് അതിലൊരു താമര കോഴിക്കോടിന്റെ താമരയായിരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. ഈ കോഴിക്കോട് ജനങ്ങളുടെ ഹൃദയം അത് നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് സഹപ്രവർത്തകരെ ഇനിയുള്ള 10-34 ദിവസക്കാലം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ചൂടും ചൂരും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, മോദിയുടെ ഗ്യാരണ്ടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ, നരേന്ദ്രമോദിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, താമരക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ തയ്യാറാകുന്ന എല്ലാവരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ അതിനാവശ്യമായിട്ടുള്ള പരിശ്രമം ഉണ്ടാവണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കണം, എന്റെ കൂടെ ഉണ്ടാകണം. നമുക്ക് ഒരുമിച്ച് ഒരു പുതിയ കോഴിക്കോട് സൃഷ്ടിക്കാൻ സാധിക്കും. ആ പുതിയ കോഴിക്കോടിന് വേണ്ടിയിട്ടുള്ള ഈ യാത്രയിൽ സഹപ്രവർത്തകരെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. അടുത്തത് NDA കോഴിക്കോട് തിരഞ്ഞെടുപ്പ് പാർലമെന്റ് കമ്മിറ്റി പ്രഖ്യാപനമാണ്. കമ്മിറ്റി പ്രഖ്യാപനത്തിനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ P. രഘുനാഥ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. സമയക്കുറവ് കൊണ്ട് ഒരു വലിയ പ്രസംഗത്തിന് മുതിരുന്നില്ല. വേദിയിലിരിക്കുന്ന ഉദ്ഘാടകൻ മുൻ MLA ശ്രീ PC ജോർജ്, ഈ കൺവെൻഷനിൽ അധ്യക്ഷത വഹിക്കുന്ന ഈ ഇലക്ഷന്റെ ലോക്സഭാ ഇലക്ഷന്റെ NDAയുടെ ഇൻചാർജ് ആയിട്ടുള്ള ശ്രീ നാരായണ മാസ്റ്റർ, പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ MT രമേശ്, പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് VK സജീവൻ, പാർട്ടിയുടെ ദേശീയ സമിതി അംഗം ശ്രീസൻ മാസ്റ്റർ, OBC മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ NP രാധാകൃഷ്ണൻ, വേദിയിലിരിക്കുന്ന മറ്റ് നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇവിടെ നീണ്ട രാഷ്ട്രീയ പ്രസംഗം നടന്നു കഴിഞ്ഞു. നമുക്ക് MT രമേശിനെ വിജയിപ്പിക്കണം. കഴിഞ്ഞ 10 വർഷം 2014 മുതൽ 24 വരെയുള്ള കോഴിക്കോടിന്റെ MP ഒരു പ്രതിപക്ഷത്തെ MP ആയിരുന്നു. പ്രതിപക്ഷത്തിന്റെ MPക്ക് സ്വാഭാവികമായും ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു പദ്ധതിയും, കേന്ദ്ര സർക്കാരിന്റെ ഒരു വികസന പദ്ധതിയും ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. LDFന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് അദ്ദേഹം വിവിധ അധികാര കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് എല്ലാം പൂട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാവൂർ ഗോളിയറൻസ് പൂട്ടിച്ചു, കോംട്രസ്റ്റ് പൂട്ടിച്ചു, അങ്ങനെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടിച്ച്
വലിയ വലിയ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തി സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാനായ ഒരു വ്യക്തിയാണ്. ഈ രണ്ട് നേതാക്കൾ ജയിച്ചു പോണോ, അല്ല നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന ഒരു MP നമുക്ക് വേണം? ഇതാണ് ചോദ്യം. അതുകൊണ്ട് നമ്മൾ MT രമേശിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കമ്മിറ്റി, ആ വലിയ കമ്മിറ്റിക്ക് രൂപം നൽകുകയാണ്. 5001 അംഗ വിപുലമായ ഒരു കമ്മിറ്റിയാണ്. ബൂത്ത് തലം മുതൽ പാർലമെന്റ് മണ്ഡലം വരെയുള്ള നേതാക്കളും പ്രവർത്തകരും അടങ്ങുന്ന വലിയ ഒരു തെരഞ്ഞെടുപ്പ് സമിതിയാണ് നാം ഉദ്ദേശിക്കുന്നത്. രക്ഷാധികാരിമാരായിട്ട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻജിയുടെ സ്വന്തം മണ്ഡലമാണ്. അദ്ദേഹം താമസിക്കുന്നത് നമ്മുടെ മണ്ഡലത്തിൽപ്പെട്ടിട്ടുള്ള ബാലുശ്ശേരി മണ്ഡലത്തിലാണ്. അദ്ദേഹത്തെ രക്ഷാധികാരിയായിട്ട് നാം നിശ്ചയിക്കുന്നു. മറ്റൊരു പ്രമുഖ വ്യക്തി P. ഗോപാലൻകുട്ടി മാസ്റ്ററാണ്. ഗോപാലൻകുട്ടി മാസ്റ്ററെ പ്രത്യേകം നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ കാരണവരായിട്ടുള്ള, കേരളത്തിലെ പ്രമുഖ വാഗ്മിയായിട്ടുള്ള വിദ്യാനികേതൻ എന്ന സ്കൂൾ സംവിധാനത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള P. ഗോപാലൻകുട്ടി മാസ്റ്റർ രക്ഷാധികാരിയാണ്. പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള ശ്രീ V. രാജൻ, P. രഘുനാഥ്, അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, NP രാധാകൃഷ്ണൻ, TP ജയേന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ നമ്മുടെ രക്ഷാധികാരിമാരായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കും. ശ്രീമതി അഹില്യ ശങ്കർ, കോഴിക്കോടിന്റെ അഹില്യടുത്തി, ആ അഹില്യടുത്തി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ രക്ഷാധികാരിയായിട്ട് പ്രവർത്തിക്കും. മുൻ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് P. മോഹൻദാസ്, അദ്ദേഹം എളിമ്പിലാശ്ശേരി ഗോവിന്ദേട്ടൻ, തോപ്പൻസി ലൊഡായ, ഇലക്ഷന്റെ ഇൻചാർജ് ആയിട്ടുള്ള K. നാരായണൻ മാസ്റ്റർ, സന്തോഷ് കാളിയത്ത്, ശ്രീമതി PN ശാന്തകുമാരി റിട്ടയർഡ് ജഡ്ജിയാണ്. നമ്മുടെ എല്ലാ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും പരിപാടികളിൽ നേതൃത്വം നൽകുന്ന അവർ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്നുണ്ടാവും. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ IRS റിട്ടയർഡ് ചീഫ് ഇൻകം ടാക്സ് കമ്മീഷണറായിട്ടുള്ള നമ്മുടെ കോഴിക്കോട്ടെ കാരന്തൂരിൽ താമസിക്കുന്ന ശ്രീ PN ദേവദാസ് സാറാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് ചുക്കാൻ പിടിക്കുന്നത് അദ്ദേഹമാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന, ആവേശം നൽകുന്ന, പ്രേരണ നൽകുന്ന ഒരു കാര്യമാണ്. വൈസ് ചെയർമാൻമാർ ഗിരി പാമ്പനാൻ, BDJSന്റെ ജില്ലാ പ്രസിഡന്റ്, അഡ്വക്കേറ്റ് മനോഹർ ലാൽ, അഡ്വക്കേറ്റ് EK സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് A. പ്രതീഷ്, അഡ്വക്കേറ്റ് P. ജയബാനു, അഡ്വക്കേറ്റ് PP ശ്രീപത്മനാഭൻ, ശ്രീ ദീപക് ദേവ്, ഡോക്ടർ